എൻ്റെ പേര് വർഷ വിജയൻ. എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ MLT ആണ്. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് മാരേജൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും എൻ്റെ പ്രവാസത്തിലേക്ക് വരുമായിരുന്നു. 20 വർഷമായിട്ട് പ്രവാസിയാണ്. പിന്നെ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഡിസൈനിങ്, എൻ്റെ ഫീൽഡ് ഡിസൈനിങ് ആണ്. അത് മനസ്സിലാക്കാൻ കുറച്ച് ലേറ്റായി. അല്ലെങ്കിൽ അതിന് മുന്നേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഞാൻ ഡിസൈനിങ് ഫീൽഡിലോട്ട് തന്നെ പഠിക്കാൻ ഇറങ്ങുള്ളായിരുന്നു. അപ്പം ടെക്നിക്കലി ഒന്നും ഡിസൈനിങ് പഠിക്കാതെ തന്നെ ഞാൻ വർക്കുകളൊക്കെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കസ്റ്റമേഴ്സിൻ്റെ ഒരു ഓർഡറൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നിന്നപ്പോഴാണ് ഇവിടെ ഇപ്പോൾ സൗദിയിൽ കുറച്ചുകൂടെ ബിസിനസ്സൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് വന്നപ്പോൾ പക്ഷെ എന്തോ ഒരു കോൺഫിഡൻസ് കുറവ് പോലെ തോന്നുന്നു. നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്തതുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങാനൊരു കോൺഫിഡൻസ് ഇല്ലായ്മ. അപ്പോൾ അതൊരു ബിസിനസ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എൻ്റെ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡിസൈനിങ്ങിൻ്റെ ഇത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് പഠിക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഡിഗ്രി ലെവൽ ചെയ്യണമെന്നായിരുന്നു ഞാൻ ആലോചിച്ചത്. പക്ഷെ ഡിഗ്രി ലെവലിൽ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് ഓൺലൈൻ ചെയ്യാൻ പാടാണ്, കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, പിന്നെ ബിസിനസ്സിൻ്റെ ഇപ്പം എല്ലാ ഫീൽഡിലും സൈക്കോളജി ആവശ്യമുണ്ടല്ലോ, ഏതൊരു ഫീൽഡിലായാലും ആവശ്യമുണ്ട് എന്നുള്ളത് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്, BA സൈക്കോളജി പ്രോഗ്രാം ഇഗ്നൂൻ്റെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണ് ഈ FBയിൽ കണ്ടത്, ലേൺ ബേസിൻ്റെ ഒരു ഇത് കണ്ട് അങ്ങനെ കയറിയതും അങ്ങനെ സൈക്കോളജി എടുക്കാൻ തീരുമാനിച്ചതൊക്കെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ എവിടെ ചെന്നാലും ഒരു ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ എടുത്തത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ചോദിച്ചാൽ നമുക്ക് +2 വയ്ക്കാനേ പറ്റുള്ളൂ. അങ്ങനെ അതും ഒരു കാര്യമുണ്ട്. പിന്നെ കുറച്ചുകൂടെ നോളജ് ഇത് ചെയ്യണം, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്നെല്ലാം ഓർത്തിട്ടാണ് സൈക്കോളജി ചൂസ് ചെയ്തത്. അപ്പം നന്നായിട്ട് പോകുന്നു. അസൈൻമെൻറ്റ് എളുപ്പം ഇവിടുത്തെ ഈ പ്രശ്നങ്ങളും കാരണമൊക്കെ ആയിട്ട് എനിക്ക് നാട്ടിൽ പോകാനോ എക്സാം അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. എന്നാലും ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യും. എന്തായാലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, എൻ്റെ ഒരു നല്ല ആഗ്രഹമാണ്.